ഹായ് ഫ്രണ്ട്സ്, മച്ചാമാരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണ്, വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ അനുകരിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഞാനോ ചാനലോ യാതൊരുവിധ ഉത്തരവാദിയുമായിരിക്കുന്നതല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ലൈവായിട്ട് ഒരു elcbയുടെ അല്ലെങ്കിൽ rccbയുടെ ട്രിപ്പിംഗ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ലൈവായിട്ട് നമ്മൾ കാണിക്കുവാണ്. നിലവിൽ നമ്മൾ elcb ഒന്ന് ഓൺ ചെയ്ത് നോക്കുവാണ്. ഓൺ ആവുന്നില്ല. ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് rccb ഓണാക്കി നോക്കാം. ഹോൾഡായിട്ടുണ്ട്. ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ MCB സെക്ഷനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഓഫ് ചെയ്യുക. ഓരോ സെക്ഷൻ്റെയും കൃത്യമായിട്ട് ഓഫ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഇത് 3 ഫേസ് സപ്ലൈ ഉള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ elcb ഓണായി, പക്ഷേ ഐസൊലേറ്റർ ഓൺ ചെയ്യുമ്പോൾ ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇത് നമ്മുടെ MCB സെക്ഷൻ മൂലം ഉണ്ടായിരിക്കുന്ന ട്രിപ്പിംഗ് അല്ല, അതായത് ഫേസിലൂടെ ഉണ്ടായിരിക്കുന്ന ലീക്കേജ് അല്ല. നിലവിൽ ഈ സംഭവം വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എർത്തിനും ന്യൂട്രലിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഷോർട്ടേജാണ്. ഈ ഷോർട്ടേജ് മൂലമാണ് ഈ ട്രിപ്പിംഗ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ എർത്തും ന്യൂട്രലും കണക്ഷൻ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും DBയുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഇതേപോലെ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഷോർട്ടിങ് ഉണ്ടോ എന്ന് നമുക്ക് ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മളിവിടെ ക്ലാം മീറ്റർ എടുത്തിട്ടുണ്ട്. ക്ലാം മീറ്ററിൽ നമ്മളതൊന്ന് ബസർ മോഡിലേക്ക് മാറ്റുക. ബസർ മോഡിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും വെക്കാൻ പറ്റിയ സ്ഥലത്ത് കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുക. ഞാനിവിടെ ഒരു വയറിൽ ക്ലാം മീറ്റർ കാരണം ഒന്ന് ഹോൾഡ് ചെയ്തിടുവാണ്. ബസർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബസർ മോഡും ബസറും ഓക്കെയാണ്. ഇനി നമ്മൾ ബസറിൻ്റെ, അതായത് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ അല്ലെങ്കിൽ ക്ലാം മീറ്ററിൻ്റെ ഒരു പോയിന്റ് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാം. അപ്പോൾ ഈ ബീപ്പ് സൗണ്ടിന് കാരണം വെച്ചാൽ ഷോർട്ടിങ് കൃത്യമായിട്ട് ഉള്ളത് കൊണ്ടാണ്. പവർ ഐസൊലേറ്റർ ഓൺ ആയിരുന്നു, അതുകൊണ്ടാണ് ഓഫ് ചെയ്ത് കേട്ടോ. ഓക്കെ, ഈ ഒരു സംഭവം മൂലം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എർത്തിനും ന്യൂട്രലിനും ഇടയിൽ ലീക്കേജ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു മാർഗം കൂടി നോക്കാം. നമുക്ക് ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ചും ഇതൊന്ന് പരിശോധിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ലൈൻ ടെസ്റ്റർ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടിന്യൂറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റർ ഉപയോഗിക്കുന്നത്, വയറിൻ്റെ കണ്ടിന്യൂറ്റി അറിയാനായിട്ട്. അപ്പോൾ അതിനും 2 പ്രോബുകളാണുള്ളത്. ഒരു പ്രോബ് നമ്മൾ നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു, അടുത്ത പ്രോബ് നമ്മൾ ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഷോർട്ടിങ് ആണെന്നുണ്ടെങ്കിൽ ലാമ്പ് പറയും കേട്ടോ, കൃത്യമായിട്ട് തന്നെ ലീക്കേജ് ആണ് ഉള്ളത്. അതായത് എർത്തും ന്യൂട്രലും തമ്മിൽ എവിടെയോ കറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ആയതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ കൃത്യമായിട്ടും ഈ ന്യൂട്രലും എർത്തിനും തമ്മിലുള്ള ലീക്കേജ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു സൈഡിലെ ന്യൂട്രൽ ബോർഡിൽ നിന്ന് നമുക്ക് ഒരു സെക്ഷൻ മുഴുവൻ ഇങ്ങനെ അഴിച്ചു മാറ്റാം. ഓരോന്നായിട്ട് അഴിച്ചു മാറ്റി വേണം ഇത് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അവിടെ ക്ലാം മീറ്ററോ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ടെസ്റ്ററോ കൃത്യമായിട്ട് കണക്ട് ചെയ്യുക. ലൈൻ ടെസ്റ്റർ അല്ല, കണ്ടിന്യൂറ്റി ടെസ്റ്റർ എർത്തിനും ന്യൂട്രലിനും ഇടയിൽ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിലവിൽ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ക്ലാം മീറ്ററിൻ്റെ 2 പ്രോബുകളാണ്. ഒന്ന് ഞാൻ എർത്തിലേക്ക് കണക്ട് ചെയ്തു, ഒന്ന് ന്യൂട്രലിലേക്ക്. ന്യൂട്രൽ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള എവിടെയെങ്കിലും സ്ഥലത്ത് ന്യൂട്രൽ കറക്റ്റായിട്ട് കൊടുക്കാവുന്ന രീതിയിൽ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ elcbയുടെ ഔട്ട് സെക്ഷനിലുള്ള ന്യൂട്രൽ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കണ്ടിന്യൂസ് ബീപ്പ് സൗണ്ട് കേൾക്കാം. ഇനി നമ്മൾ ടോപ്പ് മുതൽ, ഒരു സൈഡിൽ ടോപ്പ് മുതലുള്ള ഓരോ ന്യൂട്രൽ വയറുകളായിട്ട് അഴിച്ചു മാറ്റാനായിട്ടാണ് നോക്കുക. അത് അഴിച്ചു മാറ്റിയിട്ട് കൃത്യമായിട്ട് അഴിച്ചു മാറ്റുമ്പോൾ ബീപ്പ് സൗണ്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ ഇത് അഴിച്ചു മാറ്റിയപ്പോൾ കൃത്യമായിട്ട് ബീപ്പ് സൗണ്ട് ഉണ്ട്. നിലവിൽ ഞാനിത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമത് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ എനിക്കറിയാം കൃത്യമായിട്ട് എവിടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് നിങ്ങളെല്ലാവരെയും കൂടി കൃത്യമായിട്ട് കാണിക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഡൗട്ടുകൾ പലരും ചോദിച്ചിരുന്നു, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത്, ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കും. അപ്പോൾ ഓരോ ന്യൂട്രൽ ലൈനുകളും കൃത്യമായിട്ട് നമ്മളിത് അഴിച്ച് മാറ്റിയിട്ട് നോക്കേണ്ടതായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നിലവിലൂടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ പോയിന്റ് ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബസർ സൗണ്ട് നിൽക്കും. നിലവിൽ ഞാൻ ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ്. ഈ വയർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീപ്പ് സൗണ്ട് പോയി. അതായത് ന്യൂട്രലും എർത്തും തമ്മിലുള്ള ഡയറക്റ്റ് ഷോർട്ടേജ് മൂലമാണ് ആ ഒരു ട്രിപ്പിംഗ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂറ്റി ടെസ്റ്റ് വെച്ചിട്ട് ആ ന്യൂട്രലിനും എർത്തിനും ഇടയിൽ കറക്റ്റായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്യാം. അത് ഉറപ്പാണ്. കാരണം നമ്മളിപ്പോൾ
മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടുത്തെ ബസറിൻ്റെ സൗണ്ട് പോയി കേട്ടോ. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ബസറിൻ്റെ സൗണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റർ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കൂടി കാണിച്ചു തരാം. കാരണം ആ ന്യൂട്രലുമായിട്ട് എർത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ള കാര്യം. ഒരു പ്രോബ് നമ്മൾ നേരെ എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നു, അടുത്തത് വയറിലേക്ക് കൂടി കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കവിടെ ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ന്യൂട്രലിൻ്റെ ഫാൾട്ട് കൊണ്ടിട്ടാണ്, ന്യൂട്രൽ ലൈൻ എർത്തുമായിട്ട് ഷോർട്ട് ആയിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ട്രിപ്പിങ് കാണിച്ചത്. ഇനി നമുക്ക് പ്രോബുകളും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കൃത്യമായിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഐസൊലേറ്റർ ഓണായി RCCB ഓൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ഹോൾഡ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ട്രിപ്പിങ്ങിൻ്റെ എഫക്റ്റ് പോലും കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ന്യൂട്രൽ വയർ ഒന്ന് ജസ്റ്റ് ആ ന്യൂട്രലിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അത് തന്നെയാണ് ഫാൾട്ട് എന്നുള്ള സംഭവം. അപ്പോൾ ഇത് ടച്ച് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ട്രിപ്പ് ആവുക തന്നെ വേണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ന്യൂട്രലിൻ്റെ ഫാൾട്ട് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ RCCB ഓണാക്കുവാണ്. ഹോൾഡ് ചെയ്ത് തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇനി MCB സെക്ഷൻ നമുക്കൊന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ന്യൂട്രലിൻ്റെ ഫാൾട്ട് നമുക്ക് മനസ്സിലായി. ഇനി MCB സെക്ഷൻ ഓരോന്നായിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബ്ലൂ ഫേസിൻ്റെ നമ്മൾ ഓണാക്കി, അതേപോലെ തന്നെ യെല്ലോ ഫേസ്, ഇനി റെഡ് ഫേസിൻ്റെ സപ്ലൈ കൂടി നമ്മൾ എല്ലാ MCBകളും ഓൺ ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് തന്നെ ഇവിടെ ട്രിപ്പിങ് സംഭവിച്ചിട്ടില്ല. അത് ഡയറക്റ്റ് ആയിട്ടുണ്ടായിട്ടുള്ള ഒരു ഫാൾട്ടാണ്. ചെക്ക് ചെയ്യുമ്പോൾ ട്രിപ്പിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്യാനുണ്ട്. കാരണം നമുക്കിത് അങ്ങനെ ആയിട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ആ ഏതെങ്കിലും ഒരു റൂമിൽ സപ്ലൈ നിലവിൽ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ സപ്ലൈ ഉണ്ടാകത്തില്ല. അത് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ മെയിൻ ഓഫ് ചെയ്യുക, അതേപോലെ തന്നെ ന്യൂട്രൽ വയർ തിരിച്ച് അങ്ങോട്ട് കണക്ട് ചെയ്യുക. ഈ സമയത്ത് ഒരു സാധ്യത കൂടിയുണ്ട്, ആ റൂമിൽ സ്വിച്ച് ഓഫ് ആയത് കൊണ്ടിട്ടാണ് നിലവിൽ ട്രിപ്പ് ആകാതിരുന്നത്. നമ്മൾ ഓൺ ചെയ്തപ്പോൾ MCB ഓൺ ചെയ്തപ്പോൾ ട്രിപ്പ് ആകാതിരുന്നത്. കാരണം ഇല്ലാത്ത കണ്ടീഷനിലാണെങ്കിൽ എർത്ത് വഴി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി ട്രിപ്പ് ആവും. അപ്പോൾ നമുക്ക് കൃത്യം അറിയാം ഏത് MCB ഓഫ് ആക്കുമ്പോഴാണ് പോകുന്നതെന്ന് കൃത്യം അറിയാം. ഇപ്പോൾ നിലവിൽ RCCBയും നമുക്ക് ഓൺ ആകുന്നില്ല. ഇനി നമ്മൾ നമ്മുടെ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ എർത്ത് പോയിന്റിലേക്ക് ഒരു വയറും അതേപോലെ തന്നെ ന്യൂട്രൽ പോയിന്റിലേക്ക് ഒരു വയറും കണക്ട് ചെയ്താണ് ഡീറ്റെയിൽ നോക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ന്യൂട്രൽ വയർ നമ്മൾ അഴിച്ച് ന്യൂട്രൽ വയർ അവിടെ തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചതുകൊണ്ട് എനിക്കറിയാം ഈ ഒരു എർത്ത് പോയിന്റിലാണ് കൃത്യമായിട്ട് ലീക്ക് ഉള്ളത്, ആ കണ്ടിന്യൂറ്റി അത് തമ്മിലുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂട്രലും എർത്തും തമ്മിലുള്ള കണ്ടിന്യൂറ്റി ഉള്ളത് ആ ഒരു ഗ്രീൻ വയറിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കൃത്യമായിട്ട് കാണിക്കാനായിട്ട് നമുക്കൊന്ന് നമ്മുടെ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഒന്ന് വെച്ച് ചെക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിലവിലത്തെ കണ്ടീഷൻ. ഷോർട്ടിങ് തന്നെയാണ്, ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്തിട്ടുകൊണ്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണം തന്നെ നമ്മൾ നേരത്തെ ന്യൂട്രൽ വയറാണ് അഴിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ അഴിക്കുന്നത് എർത്ത് വയറാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോ എർത്ത് വയറും വേണം സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചു നോക്കാൻ. എനിക്ക് കൃത്യമായിട്ട് ഇത് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഞാൻ ആ എർത്തിൽ തന്നെ ചെയ്തത്. കാരണം ഞാനിത് നേരത്തെ ടെസ്റ്റ് ചെയ്തതാണ്. ഈ ഒരു വയർ ഞാൻ നേരത്തെ അഴിച്ചിട്ടാണ് കേട്ടോ. ഇത് ആ എർത്ത് ഞാൻ നേരത്തെ അഴിച്ചിട്ടാണ്. അതായത് കണ്ട ഈ എർത്ത് ആണ് നമുക്ക് ഷോർട്ടിങ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു കാരണമുണ്ട്, അത് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇൻഡിക്കേഷൻ വരും. അപ്പോൾ ഈ വയർ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വയർ റിമൂവ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റിന് നമുക്ക് സേഫ്റ്റി ലഭിക്കത്തുമില്ല. അപ്പോൾ നമുക്കിതിവിടെ കണക്ട് ചെയ്യുകയും വേണം, അതേപോലെ തന്നെ ന്യൂട്രലും പെർഫെക്റ്റ് ആക്കണം. അപ്പോൾ നമ്മളിനി സ്വിച്ച് ബോർഡിലോ അതേപോലെ മെഷീൻസിന് ഫാൾട്ട് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. സ്വിച്ച് ബോർഡിൽ എവിടെയെങ്കിലും ന്യൂട്രലും എടുത്ത് നമ്മൾ ഷോർട്ട് ആയിട്ടുണ്ടോ, അതേപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്യുപ്മെൻറ്റ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടരുത്, അതാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു യഥാർത്ഥ കാര്യം പറഞ്ഞുതരാം. നിലവിൽ ഇതാ ഞാനിവിടെ ഈ ഗ്രീൻ വയർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എർത്തുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ വയർ ഉണ്ടല്ലോ, ഈ വയർ ഞാൻ നേരെ നമ്മുടെ ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ പറയും. ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഈ എർത്ത് വയറിലാണ് നേരത്തെ ഷോർട്ടിങ് ഉണ്ടായിരുന്നത്. അത് നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ഷോർട്ടിങ് ആണ്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തു.
ഇനി നമുക്ക് ഡയറക്റ്റ് ഇത് കണക്ട് ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ന്യൂട്രൽ ലൈൻ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതുപോലെ തന്നെ എർത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിംഗ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ MCB സെക്ഷനിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ന്യൂട്രൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ട്രിപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ MCB ഓഫ് ചെയ്യുമ്പോൾ കൃത്യം അറിയാൻ പറ്റും ഏത് റൂമിലേതാണ് എർത്ത് ട്രിപ്പായിട്ടുള്ളതും എർത്തായിട്ട് ഷോർട്ടായിട്ടുള്ളതും. അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സംഗതി എല്ലാം ചാലുവാണ്. നിലവിൽ നമ്മൾ ആ എർത്ത് ടെസ്റ്റ് ചെയ്തതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സെക്ഷൻ ഓക്കെയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സേഫ്റ്റി ആയിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എനിക്ക് എർത്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് പിടിക്കാം. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇത്തിരി ഓണാക്കിയിട്ട് ചെയ്യുമ്പോൾ വയറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്ലെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സേഫായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെക്നീഷ്യന്മാരല്ലാത്തവർ വെറുതെ കയറി വയറും കാര്യങ്ങളൊക്കെ പിടിക്കരുത്. എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എർത്തൊക്കെ നമ്മൾ അഴിക്കുമ്പോൾ മെയിൻ ഓണാണെന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഒരു അപകടം പറ്റരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാര്യങ്ങൾ പഠിക്കുന്നതിനല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അത് വേറൊരു രീതിയിൽ അപകടം നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് കാര്യം. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലെയും നമ്മുടെ ഇവിടെ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുള്ള വെച്ചാൽ ഐസൊലേറ്ററിൽ ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഐസൊലേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ELCB കൊടുത്തു, അവിടെ നിന്ന് ഔട്ടാണ് പോയിട്ടുള്ളത്. നിലവിൽ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളൊരു DB അല്ല. പിന്നെ കഴിഞ്ഞ DBയിൽ DB ഡ്രസ്സിങ് പോരാന്നൊക്കെ പറഞ്ഞു. ഈ ഡ്രസ്സ് ചെയ്തേക്കണമെന്ന് നമ്മളല്ല, ഇത് വേറെ ആൾക്കാർ ചെയ്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് പുറകെ അപ്ലോഡ് ചെയ്യാം. നമുക്കിപ്പോൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഫുൾ അഴിച്ചൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് കേബിളിൻ്റെ ഒരു ലെങ്ത് സംഭവം വെച്ചിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീഅറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക.